ശബരിമലയിൽ ദ്വാരപാലകരുടെ 2 സ്വർണ്ണപ്പാളികൾ അത് സ്വർണം കൊണ്ട് നിർമ്മിച്ച് എല്ലാം പണി കഴിപ്പിച്ചെല്ലാം കഴിഞ്ഞു. 1999 എൻ്റെ നടപടി. അതിൻ്റെ ചിലവും എല്ലാം അന്ന് വഹിച്ചതായിരുന്നു ദേവസ്വം ബോർഡ്. പക്ഷേ ഇപ്പോൾ വീണ്ടും 2019 സ്വർണം പൂശാൻ കൊണ്ടുപോയി, ഇപ്പോൾ വീണ്ടും സ്വർണം പൂശാൻ കൊണ്ടുവന്നു. ശരിക്കും മനസ്സിലാവാത്തൊരു കാര്യം, സ്വർണ്ണപ്പാളിയാണ് പണി കഴിപ്പിച്ച് അതിൽ ഘടിപ്പിച്ചതെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സ്വർണം പൂശേണ്ട ആവശ്യം? അപ്പോൾ ചെമ്പായിരുന്നോ ഘടിപ്പിച്ചത്? അപ്പോൾ ഇത്രയധികം തുക ചെലവായത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് ഇത് ഒക്കെ വ്യാജമാണെങ്കിൽ വലിയ കൊള്ളയടിയാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നതെന്ന് തെളിയും. സംശയമില്ലല്ലോ. അതുകൊണ്ടാണല്ലോ കോടതി വളരെ ഗൗരവമായിട്ട് നാളിതുവരെ പറയാത്ത രീതിയിൽ ഇത് ഭരണതലത്തിലെ ഗുരുതരമായ വീഴ്ചയാണെന്ന് പറഞ്ഞത്. ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമല്ല, ഭരണതലത്തിലെ ഗുരുതരമായ വീഴ്ചയാണെന്ന്. യഥാർത്ഥത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കുറ്റകരമായ അനാസ്ഥ യാതൊരു സംശയമില്ല കാര്യത്തിൽ. ഇപ്പോൾ 1999 ദ്വാരപാലകരുടെ ഈ സാധനം സ്വർണം പൂശിയതാണ് എന്ന് പറയും. പിന്നെ എന്തിനാണ് രണ്ടാമത് അത് ചെയ്യാൻ പോകുന്നത്? അത് മനസ്സിലായില്ല. അത് കോടതി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് രണ്ടാമത് ചെയ്യുന്നത്? 2019 അഴിച്ചെടുത്ത് കൊണ്ടുപോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ. 2019 ഇത് അഴിച്ചെടുത്ത് വീണ്ടും സ്വർണം പൂശാനായിട്ട് കൊണ്ടുപോകുമ്പോൾ 42.5 കിലോ ഉണ്ട്. തിരിച്ചു വരുമ്പോൾ 38.5 കിലോയേ ഉള്ളൂ, 38 കിലോ ഉള്ളൂ, 4.5 കിലോ ഇല്ല എന്നാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ സ്വർണം ആവിയായി പോകുമെന്നാണ് കോടതി ചോദിച്ചത്. ഇതെന്താ വല്ല പെട്രോളോ അതല്ലെങ്കിൽ ഇങ്ങനെ ഈ ദ്രാവകം വാതകമായിട്ട് പോകുന്ന വല്ല സംവിധാനമാണോ? അങ്ങനെയൊന്നുമല്ലല്ലോ. അപ്പോൾ അടിമുടി ഇത് ദുരൂഹതയാണോ? ഇത് ഒരു കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കേവലം ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന ഒരു ചെറിയ സംഭവമായിട്ട് ഇതിനെ ചുരുക്കാൻ പറ്റില്ല. ഇതിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർക്ക്, ദേവസ്വം ബോർഡ് ഭരണാധികാരികൾക്ക് ഒക്കെ ഈ തട്ടിപ്പിൽ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് തിരിച്ച് വന്ന സമയത്ത് 38 കിലോ ഉള്ളൂ എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടില്ല. ചെമ്പുപാളി എന്നാ മഹസറിൽ എഴുതിയിരിക്കുന്നത്. ചെമ്പുപാളി എന്നാ മഹസറിൽ എഴുതിയിരിക്കുന്നത്. എത്ര കിലോ ഉണ്ട് തിരിച്ചു വന്നപ്പോൾ രേഖപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ കോടതി ഇടപെട്ടില്ലായിരുന്നു നിങ്ങൾ ആലോചിച്ചു. ഈ കോടതിയുടെ മുമ്പിൽ എത്തിയോണ്ടല്ലേ ഇപ്പോൾ നമ്മൾ അറിയുന്നേ. കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിലോ ഇത്രയും വലിയ കൊള്ള ആരെങ്കിലും അറിയോ? ഇത്രയും വലിയ നഷ്ടം ആരെങ്കിലും അറിയോ? അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ വിചാരിക്കുന്നത് അയ്യപ്പൻ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നാണെന്നാണ്. സാക്ഷാൽ ശബരിമല ശാസ്താവ് നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നാണ്. ഇവിടെ അയ്യപ്പ സംഘമൊക്കെ നടത്തിയ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുമ്പോൾ അല്ല, ഇവർ തട്ടിപ്പുകാരാണ്, ഇവർ കൊള്ളക്കാരാണ്, നിങ്ങളിവരെ വിശ്വസിക്കരുതെന്ന് അയ്യപ്പൻ പറയുകയാണ്. അയ്യപ്പൻ പറഞ്ഞിട്ടും കേൾക്കാത്ത ഭക്തന്മാരാണ് അവിടെ പോണേന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് നമോവാകം. അയ്യപ്പൻ തുറന്ന് കാണിക്കുകയാണ്, അതായത് ഇവർ തട്ടിപ്പുകാരാണ്, കൊള്ളക്കാരാണ്, കള്ളന്മാരാണ്, ഇവരെ വിശ്വസിക്കരുത് എന്ന് ഇങ്ങനെയൊക്കെ ദൈവത്തിന് പറയാൻ പറ്റുള്ളൂ. ഈശ്വരൻ ഇങ്ങനെയൊക്കെ നേരിട്ട് നമ്മളോട് പറയാൻ പോകുന്നില്ല. ചില സൂചനകൾ തരുന്നതാ, ഇവർ തട്ടിപ്പാണ്, കൊള്ളക്കാരാണ്, കള്ളന്മാരാണ്, നിങ്ങൾ അവരുടെ കെണിയിൽ പെടരുത് എന്ന്. ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും പഠിക്കാത്തവർ പിന്നെ കൊണ്ടല്ലേ പഠിക്കുള്ളൂ. കണ്ടും കേട്ടും പഠിക്കാത്തവർ പിന്നെ കൊണ്ടേ പഠിക്കുകയുള്ളൂ. അങ്ങനെ കുറേ പേരുണ്ട് കൊണ്ട് പഠിക്കാൻ വിധിക്കപ്പെട്ടവർ. പിന്നെ കൊണ്ടാലും പഠിക്കാത്തവരുണ്ട്. കൊണ്ടാലും പഠിക്കാത്തവരാണ് സ്ഥിരമായി ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇവരെത്രയോ നിരന്തരമായിട്ട് ഹിന്ദുക്കളെ ദ്രോഹിക്കുന്നു, ഹിന്ദു വിശ്വാസങ്ങളെ അവഹേളിക്കുന്നു, ഹൈന്ദവ സമൂഹത്തെ ആക്രമിക്കുന്നു, അധിക്ഷേപിക്കുന്നു, അയ്യപ്പന്മാരുടെ പേരിൽ ആയിരക്കണക്കിന് കേസെടുക്കുന്നു. എന്നിട്ടും പഠിക്കാത്ത ആളുകൾ അവരെ ദൈവം അയ്യപ്പൻ തന്നെ രക്ഷിക്കട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റും. അവരെ ദൈവം രക്ഷിക്കട്ടെ, അയ്യപ്പൻ രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇത് അങ്ങേയറ്റം ഗുരുതരമായ അനാസ്ഥയാണ്, തട്ടിപ്പാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ധാർമ്മികതയുടെ അയ്യപ്പനിൽ തെല്ലെങ്കിലും വിശ്വാസം ഈ ബോർഡിലെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ സമസ്താപരാധം പറഞ്ഞ് ആ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു പോകണം. ആ സ്ഥാനത്തിരിക്കാൻ അവർ അർഹരല്ല. അതാണ് ആ കാര്യത്തിൽ നമുക്ക് പറയാനുള്ള കാര്യം. പക്ഷേ സർക്കാരിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അയ്യപ്പ സംഗമത്തിലേക്കൊക്കെയാണ് അവരുടെ ശ്രദ്ധ. ഈ പറയുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് പ്രതികരിക്കാനോ ഇതിലെന്തെങ്കിലും ഒരു വീഴ്ച പറ്റിയോ അന്വേഷിക്കാനോ സർക്കാർ ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കാൻ, അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥ തലത്തിലെങ്കിലും ഒരു അന്വേഷണം പ്രഖ്യാപിക്കാൻ പോലും തയ്യാറല്ല എന്നുള്ളതാണ്. അല്ല, അയ്യപ്പ സംഗമം ആണ് അവരുടെ പ്രയോറിറ്റി. ശബരിമല കട്ടുകൊണ്ടുപോയാൽ അവർക്ക് എന്താ പ്രശ്നം? അയ്യപ്പനെ തന്നെ കട്ടുകൊണ്ടുപോയാൽ അവർക്ക് എന്താ പ്രശ്നം?
ഇവർക്ക് അവിടെ പണം കിട്ടുമെന്നുള്ളത് മാത്രമേ ലക്ഷ്യമുള്ളൂ. ഇപ്പൊ നോക്കൂ നിങ്ങൾ, പണം കിട്ടുക അതിനുവേണ്ടി ഇപ്പൊ ഈ ആദ്യം പറഞ്ഞു ഞങ്ങൾ നിയന്ത്രണമൊന്നും ഏർപ്പെടുത്തുന്നില്ല. 19-ാം തീയതി അതായത് ഇന്നും നാളെയും അയ്യപ്പന്മാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു. വെർച്വൽ ക്യൂ ബുക്കിങ്ങിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. വലിയ വിവാദമായപ്പോൾ ഇല്ല ഞങ്ങൾ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നില്ല എന്ന് ദേവസ്വം മന്ത്രിയും പ്രസിഡന്റും പറഞ്ഞു. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്താ? ഇന്നും നാളെയും 20,000 പേർക്ക് മാത്രമായിട്ട് ദർശനം ചുരുക്കിയിരിക്കുന്നു എന്നാണ്. ഇവരാരാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക? ഭഗവാന്റെ കാര്യം അയ്യോ, അത് അവർ അയ്യപ്പന്റെ അച്ഛനായിട്ട് വരും. ഇവരാണ് അയ്യപ്പന്റെ അച്ഛൻ. ഇവർക്കാണ് തീരുമാനിക്കാനുള്ള അധികാരം. അവിടെ ഹിന്ദു സംഘടനകളെ അധികാരമില്ല, ഭക്തന്മാർക്ക് അധികാരമില്ല, വിശ്വാസികൾക്ക് അധികാരമില്ല. ഞങ്ങളാണ് വിശ്വാസത്തിൻ്റെ അയ്യപ്പൻ്റെ മുഴുവൻ പേറ്റന്റ് ഞങ്ങൾക്കാണ്. ഞങ്ങൾ തീരുമാനിക്കും. അവിടെ സ്ത്രീകളെ കയറ്റണോ വേണ്ടേ ഞങ്ങൾ തീരുമാനിക്കും. അവിടെ എന്ത് പൂജ നടത്തണം ഞങ്ങൾ തീരുമാനിക്കും. ആരെ നിയമിക്കണം ഞങ്ങൾ തീരുമാനിക്കും. നിങ്ങൾ വേണമെങ്കിൽ തൊഴുതിട്ട് പോകുമോ കേട്ടോ. വേണമെങ്കിൽ ആ പോലീസുകാരുടെ ഇടികൊണ്ട്, ആ ജീവനക്കാരുടെ അസഭ്യ വർഷങ്ങൾ കേട്ട് നിങ്ങൾ വേണമെങ്കിൽ കുടിവെള്ളം പോലും ഞങ്ങൾ തരില്ല നിങ്ങൾക്ക്. മനസ്സിലായോ? ശൗചാലയത്തിൽ പോകണമെങ്കിൽ നിങ്ങൾ വേറെ വല്ല എന്താണ് നമ്മൾ ഡാമ്പർ എന്ന് എന്താ പറയുന്നതിന്, ഡയപ്പറും കെട്ടി വന്നാൽ മതി. ഇതാണ് ആറ്റിറ്റ്യൂഡ്. യു നോ റൈറ്റ് ഇൻ ശബരിമല. അപ്പൊ ഈ ഒരു ആറ്റിറ്റ്യൂഡിലാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അവിടെ ശബരിമല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വന്ന് പോവുക, ഇവിടെ പണം മതി, നിങ്ങൾ പണമായിട്ട് വന്നോ, നിങ്ങൾക്ക് പ്രയോറിറ്റി കിട്ടും. ഗോൾഡൻ കാർഡ്, അങ്ങനെ കാർഡൊക്കെ ഇത് ഇല്ലെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കൊടുക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇവര് കോടതിയെ തുടക്കം മുതൽ തെറ്റിദ്ധരിപ്പിക്കുക. ഞങ്ങൾ സർക്കാരല്ല നടത്തുന്നത് എന്ന് കോടതി പറഞ്ഞു. ആരാ നടത്തുന്നത്? ബ്രോഷറിൽ ആരാണ് ഈ ആൾക്കാരെ വിളിച്ചിരിക്കുന്നത്? വാസവനും പ്രശാന്തും. പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥ തലത്തിലെ നിർദ്ദേശങ്ങൾ പോകുന്നു, സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളാണ് എല്ലാവർക്കും പോയിരിക്കുന്നത്. ഇവർ വലിയൊരു ഹോർഡിങ്സ് വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. ഏതിൻ്റെ? ഈ അയ്യപ്പ സംഗമത്തിൻ്റെ, ആഗോള അയ്യപ്പ സംഗമം. പിണറായി വിജയൻ്റെയും വാസവൻ്റെയും ഭീമാകാരമായ ഫോട്ടോ ഉണ്ട്. ആഗോള അയ്യപ്പ സംഗമമാണ്. അയ്യപ്പനെ കാണാനില്ല അതിനകത്ത്. അയ്യപ്പനെ ഒരു മൂലക്കിരുത്തിരിക്കുക. മൂലക്കൽ അയ്യപ്പനാണ്. ഇവർക്കും അയ്യപ്പൻ മൂലക്കലിരിക്കേണ്ട ആളാ. മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയൊക്കെ അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ് ബോർഡിൽ. അയ്യപ്പൻ മൂലക്കലാണ്. അപഹാസ്യമല്ലേ? പരിഹാസ്യമായ കാര്യം. വിശ്വാസികളെ അപമാനിക്കുന്ന, അയ്യപ്പനെ അപമാനിക്കുന്ന സമീപനല്ലേ? ശീതീകരിച്ച മുറിയൊക്കെ ഒരുക്കിയിരിക്കുന്നത് ആർക്ക് വേണ്ടിയാ? ശീതീകരിച്ച മുറി. ഈ ഒരു ദിവസത്തെ സമ്മേളനത്തിന് എത്തുന്നവർക്ക് ശീതീകരിച്ച മുറി, പന്തൽ ശീതീകരിച്ചത്. ഇവിടെ അയ്യപ്പന് ശബരിമലയിൽ എത്തുന്നത് കെട്ടും കെട്ടി കല്ലും മുള്ളും താണ്ടി സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ച് 41 ദിവസത്തെ വ്രതം നോക്കി എല്ലാ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സഹിച്ച് അയ്യപ്പന്മാർ ശബരിമല സന്നിധാനത്ത് എത്തുമ്പോൾ അയ്യപ്പന്മാർക്ക് സൗകര്യമൊരുക്കി കൊടുക്കുന്നവർ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ VIP മുറി ബുക്ക് ചെയ്യുന്നു. ശീതീകരിച്ച പന്തല്, ശീതീകരിച്ച മുറികൾ. അവിടെ എന്തിനാ ഈ മുറികൾ? അതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. എന്തിനാ ഈ പന്തലിലെ മുറി? ഒരു ദിവസത്തെ പരിപാടി മാത്രം. ഒരു ദിവസത്തെ പരിപാടിയാണ്. അങ്ങേയറ്റം തട്ടിപ്പാണ്. വിശ്വാസികളെ ചതിക്കുന്ന ഒരു പരിപാടിയാണ്. മലബാർ ദേവസ്വം ബോർഡ് ഉത്തരവിറക്കിയിട്ടുണ്ട്. ജീവനക്കാരോട് മുഴുവൻ നിങ്ങൾ എത്തണം, അയ്യപ്പ സംഗമത്തിനെത്തണം. ആരുടെ കാശ്? ക്ഷേത്രത്തിലെ കാശ്. ക്ഷേത്രത്തിലെ കാശ് എടുത്ത് ജീവനക്കാരും അവിടുത്തെ കമ്മിറ്റി അംഗങ്ങളും ഒക്കെ AC ബുക്ക് വണ്ടിയോ ലക്ഷറി ബസ്സുകൾ ബുക്ക് ചെയ്തിട്ട് അതാത് ക്ഷേത്ര ഫണ്ട് ചെലവാക്കിക്കൊണ്ട് നിങ്ങൾ എത്തണം എന്ന് ഉത്തരവ് കൊടുത്തിരിക്കുക. കോടതിയിൽ എന്താ പറഞ്ഞ്? ഞങ്ങൾ സ്പോൺസർഷിപ്പിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയാണെന്നാണ്. മലബാർ ദേവസ്വം ബോർഡാണെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ കൂടാരാണ്. ശമ്പളം കൊടുത്തിട്ട് അവിടെ ജീവനക്കാർ ശമ്പളം കിട്ടാതെ മലബാർ ദേവസ്വം ബോർഡിൻ്റെ മുമ്പിൽ ഉപവാസ സമരം ഇരിക്കുകയാണ്. ജീവനക്കാർക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കാൻ തയ്യാറില്ലാത്ത മലബാർ ദേവസ്വം ബോർഡ് അവർ ക്ഷേത്രങ്ങളുടെ ഫണ്ട് എടുത്തിട്ട് പോവുകയാണ്. ഇതെന്ത് അന്യായമാണ്? ചോദിക്കാനും പറയാൻ ആളില്ലാത്ത അവസ്ഥയാണോ ഈ നാട്ടിൽ?
ഇത് ചോദ്യം ചെയ്യണ്ടേ? ഇത് ഭക്തജനങ്ങൾ കണ്ണു തുറക്കണ്ടേ? ഇനിയും ഇത് തിരിച്ചറിയാതെ ഈ ഒരു ധൂർത്തിന്, ഈ അന്യായത്തിന് അതിനോട് പ്രതികരിക്കാതെ കല്ലിന് കാറ്റ് പിടിച്ച് വാരി നമ്മുടെ ഈ ഹിന്ദു സമൂഹം ഇങ്ങനെ ഇരുന്നാൽ മതിയോ? അതുകൊണ്ട് ഇതങ്ങേയറ്റം അനീതിയാണ്, അന്യായമാണ്. ആ ഉത്തരവ് പിൻവലിക്കണം, അത് ചോദ്യം ചെയ്യേണ്ടതാണ് സത്യത്തിൽ. ഇത് ഈ തരത്തിൽ ഉത്തരവിറക്കി 10 പൈസ മുടക്കിയിട്ട് ക്ഷേത്രത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് അയ്യപ്പ സംഗമത്തിന് പോകുന്ന ക്ഷേത്രങ്ങൾ മുഴുവൻ ഉത്തരം പറയേണ്ടി വരും. ഉത്തരം പറയിപ്പിക്കും ഹൈന്ദവ സംഘടനകൾ. അവരുടെ പോക്കറ്റിൽ നിന്ന് കാശ് വെക്കേണ്ടി വരും, യാതൊരു സംശയമില്ല. ഞങ്ങളത് നിയമപരമായിട്ട് നേരിടും. ഇതിനൊക്കെ നിയമപരമായി കോടതി ചോദ്യം ചെയ്യും. ഈ ക്ഷേത്രത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് അയ്യപ്പ സംഗമത്തിന് പോയിട്ടുണ്ടെങ്കിൽ ആ ചെലവാക്കുന്ന ആളുകൾ, പോകുന്ന ആളുകളെ ഉത്തരവാദികൾ, എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കം അവരുടെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്ത് വെപ്പിക്കും ഞങ്ങൾ, യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ ഒരു സംഗമം അനീതിയുടെയാണ്, അന്യായത്തിൻ്റെതാണ്, വിശ്വാസികളെ കബളിപ്പിക്കലാണ്.